ഹലോ, വെൽക്കം ബാക്ക്. മസ്ക് മെലോൺ സ്മൂത്തി അല്ലെങ്കിൽ ഷമ സ്മൂത്തി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവേകുന്ന, കുളിരേകുന്ന, തണുപ്പേകുന്ന, ഒരു ആശ്വാസമേകുന്ന സ്മൂത്തിയാണ്. ഇതൊരു 50+ റെസിപ്പിയാണ്. ഒത്തിരി ജോലിയൊന്നും ചെയ്യേണ്ടാത്തവർക്ക്, ഒത്തിരി അധ്വാനിക്കാത്തവർക്ക്, 60+ ഒക്കെ ആയവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അധികം ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ സ്മൂത്തി ഐറ്റംസ് കഴിച്ചാൽ അത് വളരെയധികം നല്ലതാണ്. ഈ തിളച്ച് മറിയുന്ന ചൂടിൽ കുളിരേകാനും തണുപ്പേകാനും ഇത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ മസ്ക് മെലോണിൽ മോർ ദാൻ 80% വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രേഷന് ഭയങ്കര നല്ലതാണ്. ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതൊരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഫൈബർ റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. അതുപോലെ തന്നെ ഒത്തിരി കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മൂത്തി ഉണ്ടാക്കിയാൽ നമുക്ക് വളരെയധികം ആരോഗ്യദായകമാണ്. ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്, ഹെൽത്ത് ഫ്രണ്ട്ലിയാണ്. നമ്മുടെ വണ്ണം കുറയുവാനും വയറ് കുറയുവാനൊക്കെ ഇത് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മസ്ക് മെലോൺ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഞാൻ മസ്ക് മെലോൺ ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ടാണ്. കുറച്ച് സ്മൂത്തി ആക്കാനും മറ്റത് കടിച്ച് തിന്നാനും വേണ്ടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ്, ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ഡേറ്റ്സ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, കാഷ്യൂ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്മൂത്തി ബൗളിലോട്ട് ഞാൻ കുതിർത്തിയ ഓട്സും കുതിർത്തിയ ബദാമും കുതിർത്തിയ ഫ്ലാക്സ് സീഡ്സുമാണ് ഇട്ടിരിക്കുന്നത്. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മസ്ക് മെലോണും പഴവും അരിഞ്ഞു വെച്ചിരുന്നു. പഴവും നമ്മുടെ ഡേറ്റ്സും കൂടി നന്നായിട്ട് അരയ്ക്കുക. ആ കൂട്ടത്തിൽ ഫ്ലാക്സ് സീഡ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ബൗളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് 1 ഇതായിട്ട് 2 ഇതായിട്ട് അരച്ചെടുക്കുക. മെയിനായിട്ട് അരച്ചിരിക്കുന്നത് മസ്ക് മെലോണിൻ്റെ പകുതിയും ഡേറ്റ്സിൻ്റെ പകുതിയും പഴത്തിൻ്റെ പകുതിയും പിന്നെ കുതിർത്തിയ ഓട്സ്, ഫ്ലാക്സ് സീഡ്സ്, ബദാം ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞിട്ടിരിക്കുന്ന പഴം, മസ്ക് മെലോൺ, ഷമാമിൻ്റെ പീസസ്, കാഷ്യൂവിൻ്റെ പീസസ് എല്ലാമാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേസിൻസ്, ഉണക്കമുന്തിരി ആഡ് ചെയ്യാവുന്നതാണ്. ഡയബറ്റിക് അല്ലാത്തവർക്ക് തേനോ പഞ്ചസാരയോ ഒക്കെ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് ടേസ്റ്റ് മേക്കറായിട്ട് സിനമൺ പൗഡർ, കറുവാപ്പട്ടയുടെ പൊടിയും ഉണ്ടെങ്കിൽ ഏലക്കായ പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മധുരം ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിത് ഹെൽത്ത് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മധുരം ചേർത്തിട്ടില്ല. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് നമ്മുടെ വീടുകളുണ്ടെങ്കിൽ ഇടാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അവസാനമായി സോക്ക് ചെയ്ത ചിയ സീഡ്സ്, ഇതെല്ലാം ഒന്നിനൊന്ന് ആരോഗ്യപ്രദമാണ്. ചിയ സീഡ്സ് ഡൈജഷന് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റാണ്, ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ബ്ലഡ് ക്ലോട്ടിങ് കുറയ്ക്കും. അങ്ങനെ എല്ലാത്തിനും നല്ല ഒരു സീഡാണ് ചിയ സീഡ്സ്. ഓരോ ഐറ്റംസും നമ്മുടെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയാൽ നമുക്ക് വളരെ ആരോഗ്യപ്രദവും വണ്ണം കുറയുവാനും അതുപോലെ എനിക്ക് വയറ് കുറയുവാനും എല്ലാത്തിനും വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.